നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരാള് ഈശോയോട് ചോദിച്ച ചോദ്യം. നിത്യജീവൻ അവകാശമാക്കാനായിട്ട് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ദൈവവചനങ്ങളെല്ലാം ദൈവകൽപ്പനകളെല്ലാം ചെറുപ്പം മുതലേ ദൈവം പാലിച്ചിരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇനിയും നിനക്കൊരു കുറവുണ്ട്, ഒരു ചെറിയ കുറവും കൂടി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുകയാണ്. അതിൽ അദ്ദേഹം കാലിടറി വീഴുകയാണ്. അത് സാധിക്കുന്ന കാര്യമല്ല. ഈശോ പറയുകയാണ്, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കാനായിട്ട് പറയുകയാണ്. ഇത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ ചോദിച്ചാൽ സാധ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു കൽപ്പനയൊക്കെ ഇതിൻ്റെ ഒരു ബാക്കിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേയൊക്കെ ചെയ്തു, പക്ഷെ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു മനോഭാവമായിരുന്നു ഈ ഒരു യുവാവിനുണ്ടായിരുന്നു. പക്ഷേ ഈശോ പറയുകയാണ്, ഇനിയും നിനക്കൊരു കുറവുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാവം വായിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില കുറവുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഫ്രാൻസിസ് അസീസിയുടെ ജീവിതകഥയിൽ പ്രകാരം പറയുന്നുണ്ട്, ഒരാള് ദൈവത്തെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വരികയാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നിട്ടും ഇയാൾ പറയണം, കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, എൻ്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു, പക്ഷെ എനിക്ക് ഇനിയും ദൈവത്തിന്റെ ഒരു ദർശനം കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ്. ഫ്രാൻസിസ് ചോദിക്കുമ്പോൾ അതെന്താണ് ആ ഭാണ്ഡക്കെട്ടിലുള്ളത്? അപ്പോൾ ഇയാൾ പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു കണ്ണാടിയുടെ ഒരു ഭരണിയാണ്. അപ്പോൾ ഫ്രാൻസിസ് പറയുമ്പോൾ, സഹോദരൻ അത് ഉടച്ചു കളാം, ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നെന്ന് പറയുകയാണ്. ഇയാൾ മനസ്സോടെ ഈ കണ്ണാടിയുടെ ഭരണി ഉടച്ചു കളയുമ്പോൾ അവിടെ പ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, ആ കണ്ണാടി ചില്ലകൾക്കപ്പുറത്ത് നിന്ന് ദൈവം ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചില കുറവുകൾ ഉണ്ടായിരിക്കാം. ദൈവ ദർശനത്തിൽ നിന്നും അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മൾ ഓർമ്മിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുക. അത് നമ്മൾ ഈ നോമ്പുകാലത്തിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കുറവുകൾ, വലിയ കുറവുകളായിരിക്കണമെന്നില്ല, ചെറിയ കുറവുകൾ കണ്ടെത്താനും അത് പരിഹരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.